ഏത് തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു? ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഈ വിമർശനങ്ങളൊക്കെ നടന്നത്. ഇത് പക്ഷേ കോൺഗ്രസിന് ഗുണകരമായിട്ട് വരുന്നുണ്ടോ? പലതിലും ഡാറ്റയില്ല, പലതും തിരുത്തേണ്ടതായിട്ട് വരുന്നു. പൂഞ്ചടക്കമുള്ള വിഷയങ്ങൾ ഇത് പ്രസ്താവനയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയം. ഈ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രതിനിധി സംഘങ്ങളെ പുറത്തേക്ക് ഇന്ത്യ അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഒരു പക്ഷേ ഇതൊരു വല്ലാത്തൊരു എടുത്തുചാട്ടം കാണിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഈ തരത്തിലായിരുന്നില്ല പ്രതികരിക്കേണ്ടത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും പറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇത് ഗുണകരമാണോ കോൺഗ്രസിന്? അവരുടെ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഒരു യുദ്ധവും ഒരു യുദ്ധത്തിന്റെ രാഷ്ട്രീയവും ഉണ്ട്. നമ്മൾ ഇതിനെ ഈ രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ കാണണം. ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് മുങ്ങിപ്പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് പുൽവാമയിൽ 40-ൽ പരം CRPF ജവാന്മാരെ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പഹൽഗാമില് അതായത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ട് ഇന്ത്യക്കാർക്ക് എല്ലാം വളരെ പരിപൂർണ സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ട് എല്ലാവരും വരൂ എന്ന് സകല ടൂറിസ്റ്റുകളെയും വിളിച്ചു വരുത്തി കംപ്ലീറ്റ് ആയിട്ട് കശ്മീർ തുറന്നു കൊടുത്ത് അവർക്ക് എല്ലാ സുരക്ഷയും വാഗ്ദാനം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ ആ കേന്ദ്ര സർക്കാർ അവരുടെ തൊട്ടു മുന്നിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ 26 പേര് വെടിയേറ്റ് വരികയാണ് ഭീകരരുടെ. അപ്പൊ ഇതിന്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരാണ്? അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ശ്രീമാൻ അമിത്ഷാ ഈ കഴിഞ്ഞ 2 വലിയ കോൺഫ്ലിക്റ്റുകളിൽ വിവരശേഖരണത്തിനും ഇന്റലിജൻസിനും അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട മന്ത്രിയോട് രാജി ആവശ്യപ്പെട്ടാൽ അത് രാജ്യദ്രോഹമാകുമോ? അതല്ലേ ജനാധിപത്യം? ഈ മന്ത്രി ഇന്ത്യയിലെ ഏറ്റവും സർവശക്തനാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ BJP അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ ഏറ്റവും മിടുക്കനാണ് എന്ന് BJP അവകാശപ്പെടുന്നു. ഈ ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഇതുപോലെ ദുരന്തം, ഇതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് മുംബൈയിൽ ഉണ്ടായത്. മുംബൈയിൽ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ കൃത്യം നടുക്കുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. CSTയുടെ വെടിവെപ്പ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് താജിന്റെയും ട്രൈഡന്റിന്റെയും ഒക്കെ മുന്നിൽ താജ് കത്തുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് ആ സമയത്ത് ഇതേ BJP നേതൃത്വം അന്ന് അവിടെ വന്നിട്ട് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അവര് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിനെ വിമർശിക്കാനാണ്. അന്ന് രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല BJP ചെയ്തത്, മറിച്ച് ഗവൺമെന്റ് ഏറ്റവും മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അപ്പൊ ഈ പെട്ടെന്ന്, അതായത് 2008 നിന്ന് 2025 വരുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടർ രാജ്യമാണ് വലുത് എന്ന് പറയുന്നതിന്റെ സാങ്കത്യവും മനസ്സിലാവുന്നില്ല. അന്ന് ഇത് പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യൻ ജനത ഉയർത്തെഴുന്നേൽക്കുകയോ പുള്ളിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നതും മര്യാദയല്ല. ഈ രണ്ടാമത്തെ ചോദ്യം, നമ്മളൊരു ജനാധിപത്യ സർക്കാരാണ്. ഒരു യുദ്ധമല്ല, ഇതൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതാണ് കൃത്യമായ വാക്ക്. അത് നടക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൽകുകയായിരുന്നു. അതിനുശേഷം ഈ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യൻ സർക്കാർ കാണിക്കേണ്ട ഒരു സുതാര്യത സർക്കാർ കാണിച്ചിട്ടില്ല. അതായത് കൃത്യമായിട്ട് ഇന്ത്യക്ക് എത്ര നഷ്ടമുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണല്ലോ നമ്മൾ ഈ ഉപകരണങ്ങളും എല്ലാം വാങ്ങുന്നത്, പട്ടാള ഉപകരണങ്ങളായാലും വിമാനങ്ങളായാലും ഒക്കെ. അപ്പൊ ഇതൊക്കെ തകർന്നു വീണിട്ടുണ്ടോ? ഇത് അറിയാനുള്ള ഒരു അവകാശം ചോദിക്കുന്നത്. 2 ചോദ്യം. ഒന്ന്, ഈ നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇതിലൊരു കൂളിംഗ് ഓഫ് പീരീഡ്, അതിനൊരു സമയമില്ലേ? പ്രത്യേകിച്ച് പ്രതിനിധി സംഘങ്ങളൊക്കെ പുറത്തു നിൽക്കുന്ന സമയം. ഇന്ത്യക്കൊപ്പം ഏത് രാഷ്ട്രമാണ് ഉള്ളത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇന്ത്യക്കൊപ്പമുള്ള പാകിസ്ഥാനൊപ്പമുള്ള എന്ന് ലോകരാഷ്ട്രങ്ങൾ തീരുമാനിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മുംബൈ ഭീകരാക്രമണവും ഇതും തമ്മിൽ 2018 നിന്ന് 2025 വരുമ്പോൾ പ്രധാന വ്യത്യാസം തന്നെ അതാണ്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ പോലും ആർക്കൊപ്പം എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഈ 2 സാഹചര്യത്തിൽ ആഭ്യന്തരപരമായിട്ടെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എന്നൊരു പുറത്തേക്ക് ഒരു മെസ്സേജ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത് അതിനെ സ്വാധീനിക്കില്ലേ? കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2008 ഭീകരാക്രമണത്തിൽ ഇറങ്ങിയ മുഴുവൻ പേരെയും സംഭവത്തില് വധിക്കപ്പെട്ടു. ഒരാളുടെ അതിനുശേഷം നമ്മൾ അജ്മൽ കസബിനെ പിടികൂടിയിട്ട് നമ്മൾ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം പാകിസ്ഥാൻകാരനാണ് അയാളെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. പാകിസ്ഥാന് ഈ ആക്രമണത്തിൽ ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ ലോകത്തിനെ മൊത്തം കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്നുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യ വിജയിച്ചത്. ഇന്ന് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ആത്യന്തികമായ അടിയന്തര കാരണം എന്ന് പറയുന്നത്
നമ്മൾ അന്ന് ചെയ്ത, അതായത് കസബിനെ നമ്മൾ പിടികൂടി അതിന്റെ പാകിസ്ഥാന്റെ പങ്ക് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ്. ഇനി നമ്മൾ ഇപ്പൊ ചെയ്ത് നോക്കുക. ഇപ്പൊ ചെയ്തത് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മളൊരു മിലിറ്ററി ആക്ഷനാണ്. അതായത് ഗാസയിലെ ഹമാസിന്റെ ആൾക്കാർ ചേർന്നിട്ട് ഇസ്രായേലിൽ ആക്രമണം നടത്തി, ഇസ്രായേൽ തിരിച്ചടിച്ചു. അപ്പൊ നമ്മൾ ഈ സംഭവത്തിനകത്ത് നമ്മൾ നോക്കുക, ഹോസ്റ്റിലിറ്റിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്കൊരു ചരിത്രമുണ്ട്, ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് വിസ്മരിച്ചുകൊണ്ട് 2014 ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന നിലയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് 2ാം ലോകമായതിനു ശേഷം ഈ ലോകത്ത് ശീതയുദ്ധ കാലഘട്ടം ഉണ്ടായിരുന്നു. ശീതയുദ്ധ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നാറ്റോ സഖ്യവും വാഴ്സാ സഖ്യവും രണ്ടായിട്ട്, റഷ്യയുടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടായിട്ട് തിരിഞ്ഞു നിന്നപ്പോൾ അന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സുഹൃത്തായിട്ടും അന്ന് റഷ്യയുടെ കൂടെ വാഴ്സാ സഖ്യത്തിൽ ചേരുകയല്ല ഇന്ത്യ ചെയ്തത്. ഇന്ത്യ ചെയ്തത് അന്ന് ചേരാ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. ഇന്ത്യ അന്നൊരു ചെറിയ രാജ്യമാണ്, അതായത് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള ഒരു വളരെ ശൈശവദശയിലുള്ള ഒരു രാജ്യമാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് യൂഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോയുമായിട്ട് ചേർന്നിട്ട് ഈ 2 ചേരിയിലും പെടാതെ ഒരു 3ാം ചേരി, ഒരു ചേരി പ്രസ്ഥാനം ഉണ്ടാക്കാൻ സാധിച്ച ആ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പിന്തുടർന്നു വരുന്ന കുറെ ശൈലികളും കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന്റെ പ്രസ്താവന ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിനകത്തൊരു 3ാം കക്ഷിയെ ഞങ്ങൾ ഇടപെടുത്തില്ല എന്ന് പറയുന്ന ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള നിലപാടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നീക്കം ഉണ്ടായപ്പോഴാണ് അതിനകത്ത് ഇടപെടേണ്ടി വരുന്നത്. അതാണ് ശരി. അതാണ്